ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ പുതിയ തലങ്ങളിലേക്ക് എത്തുകയാണ്. ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് സിനിമ ഇതാ കൊറിയയിൽ റിലീസിനൊരുങ്ങുന്നു. ഉണ്ണിമുകുന്ദൻ തന്നെ ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയാണ് മാർക്കോ റിലീസിംഗ് ഇൻ കൊറിയ ആഫ്റ്റർ ബാഹുബലി എന്നുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാർക്കോ പുതിയ ചരിത്രം എഴുതാൻ പോവുകയാണ്. ഇവിടെ ബെഞ്ച് മാർക്കാവുന്നു സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ. ഒരിക്കലും ഒരു മലയാള സിനിമ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആ ഒരു അനൗൺസ്മെൻ്റ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. അതെ, ഇവിടെ ഇനിയും തരംഗം സൃഷ്ടിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതെല്ലാം സാമ്പിളായിരുന്നു ഇതുവരെ കണ്ട കാര്യങ്ങൾ. ഇതിനോടകം തന്നെ സിനിമ തെലുങ്കിലും ഹിന്ദിയിലും അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയം നേടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒപ്പം ഭയങ്കരമായിട്ടുള്ള പ്രേക്ഷക പ്രശംസയും ഏറ്റുവാങ്ങി. കേരളത്തിൽ ഓൾറെഡി സിനിമ 40 കോടിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇവിടെ പുതിയ അപ്ഡേറ്റുകൾ ഉണ്ണിമുകുന്ദൻ പുറത്തുവിടുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം, ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ഫോർ ആൻ ഇന്ത്യൻ ഫിലിമായിട്ട് തന്നെയാണ് വരുന്നത്. ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ പല വീഡിയോകളും ചെയ്തപ്പോൾ പലരും ചോദിച്ചിരുന്നു 200 കോടി സിമ്പിളാണ്, അല്ലെങ്കിൽ നമ്മൾ നിസ്സാരം എന്ന് പറഞ്ഞപ്പോൾ 100 കോടി അടിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് 100ഉം 200ഉം അല്ല, ഇനി 500 കോടി എന്നുള്ളത് ധൈര്യമായിട്ട് പറയാം. മലയാള സിനിമ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു എമൗണ്ടിലേക്ക് ഇതുവരെ നമ്മൾ പോലും ചിന്തിച്ചിട്ടില്ല. ഒരു പക്ഷേ ഒരു ആകാംക്ഷയുടെ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവും 500 കോടി അടിക്കുമെന്ന്. പക്ഷേ അതങ്ങ് യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്. ബിഗ്ഗസ്റ്റ് റിലീസ് ഫോർ ആൻ ഇന്ത്യൻ മൂവി ഇൻ കൊറിയ എന്നുള്ള, അതായത് ബാഹുബലിയെ പോലും വെല്ലുന്ന തരത്തിലുള്ള ആ ഒരു റിലീസാണ് സിനിമയ്ക്ക് ഒരുങ്ങുന്നത്. എന്തായാലും മലയാളത്തിൻ്റെ ഏറ്റവും വലിയ നായകനിലേക്ക് ഉണ്ണിമുകുന്ദൻ ഒരുങ്ങാൻ പോകുന്നു. സൂപ്പർ സ്റ്റാർ ഉണ്ണിമുകുന്ദൻ എന്ന് ഉറപ്പിച്ച് വിളിക്കാം. ഇനി സംശയങ്ങൾ, 2 സംശയത്തിൻ്റെ ആവശ്യമില്ല, ഉറപ്പിക്കാം എന്നുള്ളത് തന്നെയാണ്. അതായത് ആ റേഞ്ചിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഇത്ര വയലൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ വിജയിക്കുമോ എന്നൊരു തോന്നൽ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ സിനിമ കൊള്ളാമോ, മേക്കിംഗ് ഗംഭീരമാണോ, ചെയ്തിരിക്കുന്നത് വെടിപ്പായിട്ടാണോ, കത്തിക്കോളും. അതുതന്നെയാണ് ഹിന്ദിയും തെലുങ്കും നമുക്ക് തന്ന ആ ഒരു ഉത്തരം. ഇതിപ്പോൾ കൊറിയയിലേക്ക് പോകുമ്പോൾ ഇതുവരെ കണ്ട ആ ഒരു ചരിത്രമല്ല, ഇനി അങ്ങോട്ട് ആളി പകരാൻ പോവുകയാണ്. ഇനിയും 500 എന്ന് പറഞ്ഞത് കുറഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കണം, അതിന് മുകളിലേക്ക് ചിലപ്പോൾ കയറാനുള്ള ചാൻസുകളുമുണ്ട്. എന്തായാലും അത്രത്തോളം എക്സൈറ്റഡ് ആവുന്നു, സന്തോഷം തോന്നുന്നു. ഒരു മലയാളി എന്ന ലെവലിൽ ഒരു മലയാള സിനിമ അമ്മാതിരി ഒരു കൊലത്തൂക്ക് തൂക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ, അതെ, മാർക്കോ റിലീസിംഗ് ഇൻ കൊറിയ ആഫ്റ്റർ ബാഹുബലി. മാർക്കോ സെറ്റ്സ് എ ന്യൂ ബെഞ്ച് മാർക്ക് ഇൻ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി, മേക്കിംഗ് ഹിസ്റ്ററി ബൈ ഹാവിംഗ് ദ ബിഗ്ഗസ്റ്റ് റിലീസ് ഫോർ ആൻ ഇന്ത്യൻ മൂവി ഇൻ കൊറിയ. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നേടിയിരിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ടീമുകളിലൊന്നായ നൂറി പിക്ചേഴ്സ് ആണ്, സൗത്ത് കൊറിയ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട്. ഇത് ഇനി തള്ളാണ് അല്ലെങ്കിൽ വെറുതെ അടിച്ചതാണ് എന്ന് നോക്കണ്ട. ഉണ്ണിമുകുന്ദൻ്റെ ഒഫീഷ്യൽ പേജുകളിൽ എടുത്ത് നോക്കിയാൽ അദ്ദേഹം തന്നെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയാണ്. അതിൻ്റെ പോസ്റ്ററുകളും കാര്യം ഇറങ്ങിയിട്ടുണ്ട്. കാത്തിരിക്കുക, അടിച്ച് പൊളിക്കട്ടെ, ഉണ്ണിമുകുന്ദൻ പൊളിച്ചടുക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. നമുക്ക് 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് ഇന്ന് തന്നെ എത്തിച്ചു തരിക എന്നുള്ളതാണ് ഒരു ആഗ്രഹം പറയുന്നത്. ഗ്രേ മീഡിയാസ്.